നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെതിരെ ആരോപണവുമായി മുൻ ജീവനക്കാരി. ചാനലിലെ മുൻ ജീവനക്കാരിയായ അഞ്ജന അനിൽകുമാറാണ് പേര് പരാമർശിക്കാതെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തതിന് പിന്നിലെ കാരണമെന്തെന്ന് തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്ന കുറിപ്പിലാണ് അഞ്ജന ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുൻപ് ചാനലിലെ ജോലി രാജിവെച്ച ഘട്ടത്തിൽ അഞ്ജന പങ്കുവച്ച കുറിപ്പും ഏറെ ചർച്ചയായിരുന്നു. അന്ന് പേര് പരാമർശിക്കാതെ ചാനലിലെ തന്നെ മറ്റൊരു മുതിർന്ന വ്യക്തിക്കെതിരെ അഞ്ജന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അഞ്ജനയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത്? ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത്. പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അത് പലതുമാകാം. കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്തു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് അതാരും അറിയാറുമില്ല. പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ്. അതെല്ലാ രീതിയിലും ശരിയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുഖം തരാതെ അയാൾ ഓടിപ്പോയി. ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എൻ്റെ ചിന്ത. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 2 പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു. പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു. പരാതി നൽകരുത് എന്നതായിരുന്നു അവരുടെ ഉപദേശം. എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള വ്യക്തി. അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി. അവർ നൽകിയ ഉപദേശം ശരിയാണ്. പരാതി നൽകിയാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് പരാതി നൽകിയില്ല. പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം. എന്നിട്ട് തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. പ്രശ്നത്തിന് ഒന്നും പോകല്ലേ അഞ്ജനെ എന്ന് വീണ്ടും പറഞ്ഞു. ചെറിയ ഒരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം അതിനുള്ള ചെറിയൊരു മറുപടി കൊടുത്തു. അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി. പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു. ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ. എന്തിനാണ് മറുപടി കൊടുത്തതെന്ന് അവ ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു. ഈ സംഭവം ഉണ്ടായി 1.5 മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിൻ്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിയാണ്, ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം. പക്ഷേ അതൊരു സംശയം മാത്രമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു. ജോലി രാജിവെപ്പിക്കണമെന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. കുറച്ച് ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം, അതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് അധികം ദിവസം നിന്നു കൊടുത്തില്ല. ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു. രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഒന്നിനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം. പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാണ് അഞ്ജന തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.